ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്ട്രോബെറി കേക്കാണ്. സ്ട്രോബെറി ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. വീഡിയോ ഒക്കെ പോണ മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് മൈദ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ക്ലീൻ ആയ ബൗളൊക്കെ ഒരു അരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ എപ്പോഴും ലെവൽ ചെയ്തിട്ട് എടുക്കട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അരിച്ചിട്ടെടുക്കുക. 3 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. ഞാനിവിടെ ഒറ്റ പ്രാവശ്യം അരിച്ചിട്ടെടുത്തിട്ടുള്ളൂ. ഇനി നല്ലോണം ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 4 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ല എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ഫുൾ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇത്രയൊന്ന് ബീറ്റായി സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല സ്റ്റിഫ് ആകുന്നവരെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ വേണം ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ എടുക്കാവുന്നതാണ്. ഈ ലോ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് താന്നു പോവും. അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം കളറായി കിട്ടുന്ന വരെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലോ സ്പീഡിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. സ്ട്രോബെറി മിക്സ് പോരാൻ തോന്നിയപ്പോൾ ഞാനിവിടെ 2-3 ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ നല്ലോണം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാൻ. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മൈദ മിക്സ് ഒരു 4-5 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ താന്ന് പോവും. അപ്പോൾ പിന്നെ കേക്കിന് ഒട്ടും ഹൈറ്റൊന്നും കിട്ടൂല. ഈ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴും ഇതുപോലെ കട്ടയൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ട്രിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും പതുക്കെ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ എല്ലാതും മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് മിക്സ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ടാപ്പ് ചെയ്തെടുക്കുക. നല്ലോണം ടാപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് നല്ലോണം. നമ്മൾ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലേക്ക് റിങ്ങും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്ന് വെച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കുക. 30 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി ആയോ ഇല്ലേന്ന്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഇത്രയും വലിപ്പമുള്ള ഒരു പീസ് പട്ടയും കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇത് കറക്റ്റ് 1 കിലോക്ക് വേണ്ട കേക്കിനുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. ഇപ്പോൾ നല്ലോണം തിളച്ച് കിട്ടി തണുത്തിട്ട് വരട്ടെ. ഷുഗർ സിറപ്പ് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മലാസിൻ്റെ സ്ട്രോബെറി ക്രഷ് ചേർത്തെടുക്കണം. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേക്കിൽ. ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതവിടെ കറക്റ്റ് ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നടുഭാഗം ചെറുതായിട്ടും താന്ന് പോയത് എന്താണെന്ന് ചോദിച്ചാൽ കേക്ക് ബാറ്റർ ഒരുപാട് കൂടി പോയതുകൊണ്ടാണ് കേട്ടോ. അത് കേക്ക് ടിന്ന് നിറഞ്ഞ് വന്നിട്ടുണ്ട് കേക്ക്. ഇതൊരു 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതാ ഇതുപോലെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ നൈഫ് വേണമെന്നില്ല കേട്ടോ. സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുഭാഗത്ത് നിന്ന് ചെറിയൊരു ലെയർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ക്രംസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഐസിങ് ചെയ്യാൻ തുടങ്ങുക. ടേൺ ടേബിൾ ഒരു ബേസ് വെച്ചെടുത്തിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക. ഞാനിവിടെ ഏറ്റവും മുകളിലത്തെ ലെയറാണ് കേട്ടോ ഫസ്റ്റ് ലെയറായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഷുഗർ സിറപ്പ്, നമ്മൾ ഒരു സ്പെഷ്യൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയില്ലേ, അത് എല്ലായിടത്തും വെറ്റാകുന്ന വരെ നല്ലോണം തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഐസിങ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ലെയറും വെച്ചെടുക്കുക. ഏറ്റവും താഴത്തെ ലെയറാണ് കേട്ടോ മൂന്നാമത്തെ ലെയറായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് എല്ലായിടത്തും വെറ്റ് ചെയ്തെടുക്കുക. അതൊരു കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഷുഗർ സിറപ്പ്. ഇനി ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. മുകൾ ഭാഗത്തായതുകൊണ്ട് തന്നെ നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. സൈഡും കൂടെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഐസിങ് ബാഗിലാക്കിയിട്ട് തന്നെ ഞാൻ ക്രീം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ക്രീമും കൂടി നമുക്കൊന്ന് നടുഭാഗത്തേക്ക് ആക്കിയിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. നമുക്ക് സ്കേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫിനിഷ് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ ഒരു കാർഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ക്രീമും കൂടി ഒന്ന് നടുഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്കേപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ രണ്ടാമത്തെ ഡിസൈൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ചെയ്താൽ മതി. ഇനി എവിടെയെങ്കിലും കേക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്രീമാക്കി കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിലത്തെ പൊന്തി നിൽക്കണം കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഒരു 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ മതി. നമുക്ക് കേക്കിലേക്ക് വേണ്ട ക്രംസ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലെയർന്ന് മാറ്റി വെച്ചിട്ട് ക്രംസ് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. നല്ലോണം തന്നെ ചൂടാവണം കേട്ടോ. അത് ഇത്രയൊന്നും ആയിട്ടുണ്ട്. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തണുത്തിട്ട് വരുമ്പോൾ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കണം. ഈ കേക്കിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ക്രംസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ എല്ലായിടത്തേക്കൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ബേസിൽ വീണിട്ടുള്ള ക്രംസ് ഞാൻ ഇതുപോലെ ഇതിൻ്റെ കേക്കിൻ്റെ സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ താഴെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ ഷുഗർ ബോൾസും കൂടി ഒന്ന് ഇട്ടെടുക്കുക. വലുതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇനി ഇത് 4-5 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. 2 ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ. എന്നാലേ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.